ബീഹാർ തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന പ്രവർത്തക യോഗത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഒരു വാക്യം പറയുകയുണ്ടായി. അധികമാരും രാഷ്ട്രീയ സർക്കിളിൽ ചർച്ച ചെയ്യാതെ പോയ ഒരു വാക്യം. അതിതായിരുന്നു: ബീഹാറിലെ പറ്റ്നയിലൂടെ ഒഴുകുന്ന ഗംഗാനദി പശ്ചിമ ബംഗാളിലാണ് ചെന്ന് കയറുന്നത്. ഇത്രയുമായിരുന്നു ആ വാക്യം. ബീഹാർ നമ്മൾ കീഴടക്കി കഴിഞ്ഞു, ഇനി അടുത്തത് ബംഗാളാണ് എന്ന് പ്രവർത്തകർക്ക് കൊടുത്ത ആഹ്വാനമായിരുന്നു അത്. മനസ്സിലാക്കേണ്ടവർ അത് മനസ്സിലാക്കി. രാഷ്ട്രീയത്തിലുള്ളവർ അത് മനസ്സിലാക്കിയോ എന്നെനിക്ക് സംശയം. അടുത്ത ടാർഗറ്റ് ബംഗാളാണ്. ബംഗാൾ എത്രയോ കാലമായിട്ട് BJPക്ക് ഒരു ബാലികേറാമലയായിട്ട് നിൽക്കുന്നു. ബംഗാളിൽ പലതവണ ലോക്സഭയിലും അസംബ്ലിയിലുമൊക്കെ സീറ്റുകളൊക്കെ കിട്ടിയെങ്കിലും ബംഗാൾ ഭരണം ഇതുവരെ BJPക്ക് അപ്രാപ്യമായിട്ട് നിൽക്കുന്നു. 1950 മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 30 വർഷം കോൺഗ്രസ് അപ്രമാദിത്വത്തോടുകൂടി ഭരിച്ചു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ CPMഉം അവരുടെ കൂട്ടാളികളും അവരുടെ ഐക്യമുന്നണി അധികാരത്തിൽ വന്നു. 34 വർഷം തുടർച്ചയായിട്ട് ഭരിച്ചു. അവരെയാണ് മമതാ ബാനർജി ഛിന്ന ഭിന്നമാക്കിക്കൊണ്ട് നാശഭൂഷമാക്കിക്കൊണ്ട് അധികാരത്തിൽ വന്നത്. മമതാ ബാനർജി ഒരു കാലത്ത് NDAയിലും ഉണ്ടായിരുന്നു. വാജ്പേയിയുടെ ഭരണകാലത്ത് അവർ റെയിൽവേ മിനിസ്റ്ററായും മറ്റും വാജ്പേയിയുടെ കൂടെ ഭരിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. പിന്നീട് അവർ പിണങ്ങി. അവർ ഒരു കലഹപ്രിയയാണെന്ന് എല്ലാവർക്കും അറിയാം. അവർ കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസ്സിൽ നിന്ന് പിളർന്നിട്ടാണ് തൃണമൂൽ കോൺഗ്രസ് TMC എന്ന ഒരു പാർട്ടി രൂപീകരിച്ചത്. തമിഴ്നാട്ടിലും അങ്ങനെ ഒരു പാർട്ടി ഉണ്ടായി, കറുപ്പയ്യ മൂപ്പനാരുടെ പാർട്ടി, തമിഴ് മാനില കോൺഗ്രസ്, അതും TMC ആയിരുന്നു. ആ TMC മൂപ്പനാരുടെ മരണത്തോടുകൂടി, നമ്മളുടെ P. ചിദംബരം ഒക്കെ ആ പാർട്ടിയിലായിരുന്നു കുറച്ചു കാലം. മൂപ്പനാരുടെ മരണത്തോടുകൂടി ആ പാർട്ടി അങ്ങ് അസ്തമിച്ചു. ചിദംബരം ഒക്കെ കൊലയോടെ കോൺഗ്രസ്സിലേക്ക് തിരിച്ചു കയറി. മമതാ ബാനർജി തിരിച്ച് കോൺഗ്രസ്സിലേക്ക് വന്നില്ല. അവർ കോൺഗ്രസ്സുമായിട്ട് കലഹിച്ച് തന്നെ നിന്നു. CPM ആയിരുന്നു അവരുടെ മുഖ്യ ശത്രു. അവർ ജയിച്ചു കഴിഞ്ഞപ്പോൾ CPMൻ്റെ കേഡറെല്ലാം തന്നെ, അണികളെല്ലാം തന്നെ മമതയുടെ അണികളായിട്ട് മാറി. അവരിൽ നല്ലൊരു ഭാഗം ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയ മുസ്ലിങ്ങളായിരുന്നു. അവരെ വെച്ചുകൊണ്ടാണ് CPM ജയിച്ചുകൊണ്ടിരുന്നത്. അവരെ വെച്ചുകൊണ്ട് തന്നെ മമതാ ബാനർജിയും ജയിച്ചു തുടങ്ങി. പോകെ പോകെ മമത CPMൻ്റെ വേറൊരു പതിപ്പായിട്ട് മാറി. അക്രമരാഷ്ട്രീയത്തിനെതിരെ മുദ്രാവാക്യമുയർത്തി CPMൻ്റെ തല്ലുകൊണ്ടും കൊടുത്തും എല്ലാം മുന്നേറിയ മമത CPMനേക്കാൾ ക്രൂരയായ ഒരു സ്വേച്ഛാധിപതിയായിട്ട് ബംഗാളിൽ മാറി. പക്ഷേ അപ്പോഴും ഈ പറഞ്ഞ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയ മുസ്ലിങ്ങൾ അവരുടെ കൂടെ സ്ട്രോങ് ആയിട്ട് നിലകൊണ്ടു. മറ്റാർക്കും ആ കോട്ട ഭേദിക്കാൻ സാധിക്കില്ല എന്നുള്ള അവസ്ഥയായി. BJP ബംഗാൾ നിയമസഭയിൽ 62 or 63 മറ്റോ സീറ്റുണ്ട്, 70 മറ്റോ ഉണ്ടായിരുന്നു. കുറച്ച് പേര് തിരിച്ച് മമതാ ബാനർജിയുടെ കൂടെ പോയി. കുറച്ച് കാലുമാറ്റങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോൾ 62 or 63 സീറ്റുകളിൽ നിൽക്കുന്നു. CPMനും കോൺഗ്രസ്സിനും ബംഗാൾ നിയമസഭയിൽ വട്ടപൂജ്യമാണ്. ഇതാണ് ബംഗാളിൻ്റെ അവസ്ഥ. ഈ ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരുപക്ഷെ പ്രതികരിക്കാത്ത ഏക നേതാവ് മമതാ ബാനർജി ആയിരിക്കും. മമതാ ബാനർജിയുടെ ക്യാമ്പ് സൈലൻ്റാണ്. അവരൊരക്ഷരം മിണ്ടിയിട്ടില്ല. സ്റ്റാലിൻ പോലും പറഞ്ഞു ഈ ഇന്ത്യ മുന്നണിയിൽ ഒരൈക്യവും ഉണ്ടായിരുന്നില്ല, അതാണ് ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു. കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി MV ഗോവിന്ദനും അതുപോലെ തന്നെയാണ് പ്രതികരിച്ചത്. ഈ വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞ് KC വേണുഗോപാലൊക്കെ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് മറ്റാർക്കും ബോധ്യം വന്നിട്ടില്ല.
തേജസ്വി യാദവിന് പോലും ബോധ്യം വന്നിട്ടില്ല. ലാലു പ്രസാദ് യാദവ് ഒന്നും മിണ്ടിയിട്ടുമില്ല. കോൺഗ്രസ് മാത്രം ഇപ്പോഴും അല്ല, അത് വോട്ട് മോഷ്ടിച്ച് ഞങ്ങളെ തോൽപ്പിച്ചതാണ്, ഞങ്ങൾ തെളിവ് തരാം, ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത കള്ളത്തരം മുഴുവൻ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ നോക്കുന്നു. കോൺഗ്രസിൻ്റെ ഗതി ബീഹാറിൽ 5 സീറ്റിൽ കലാശിച്ചു. 5 സീറ്റ്, അതും 1500-2000 വോട്ടിനൊക്കെയാണ് ജയിച്ചത്. 5 സീറ്റ് നമ്മളുടെ ഒവൈസിക്കുമുണ്ട്. ഒവൈസി ഹൈദരാബാദ് ബേസ്ഡ് ഒരു പാർട്ടിയാണല്ലോ ഒവൈസിയുടെ. മജ്ലിസെ ഇത്തിഹാദുൽ മുസ്ലിമീൻ, MIM, അതാണ് ആ പാർട്ടിയുടെ പേര്. അങ്ങേർക്കുമുണ്ട് ബീഹാറിൽ 5 സീറ്റ്. 40% കൂടുതൽ മുസ്ലിങ്ങളുള്ള 9 സീറ്റുകളിൽ 5 സീറ്റ് ഒവൈസി കൊണ്ടുപോയി. 1 സീറ്റ് BJP കൊണ്ടുപോയി. 25% കൂടുതൽ മുസ്ലിങ്ങളുള്ള ധാരാളം സീറ്റുകൾ BJP ജയിച്ചു. ബീഹാറിൽ ഒരൊറ്റ മുസ്ലിമിനെ BJP സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയില്ല. NDA വന്നും പോയും അരിച്ച് പെറുക്കി നോക്കിക്കഴിഞ്ഞാൽ 4 മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയത്. അങ്ങനെ ഈ മുസ്ലിം യാദവ് എന്ന് പറയുന്ന കോമ്പിനേഷൻ ഇല്ലാതെയാക്കി കളഞ്ഞു നരേന്ദ്രമോദി. MY കോമ്പിനേഷൻ എന്ന് വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന സാധനം ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മഹിള ആൻഡ് യൂത്ത്, അതും MY തന്നെ. MY കോമ്പിനേഷൻ ഇപ്പോഴും ഉണ്ട്, അതിൻ്റെ അർത്ഥം മാറിയിരിക്കുന്നു. ഈ അവസ്ഥയിൽ മമതാ ബാനർജി എന്ത് ചെയ്യാനാണ്? മമതാ ബാനർജിക്ക് ഒരു കാര്യം മനസ്സിലായി. വളരെ ശക്തമായിട്ട് മമതാ ബാനർജിയും എതിർക്കുന്ന കാര്യമാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ. ഈ SIRനെതിരെ മമതാ ബാനർജിയും വലിയ ബഹളമൊക്കെ വയ്ക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. SIRനെ അനുകൂലിക്കണോ പ്രതികൂലിക്കണോ മമതാ ബാനർജിക്ക് അറിയില്ല. പ്രതികൂലിച്ച് നോക്കി തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും, അവർ ദയനീയമായിട്ട് പരാജയപ്പെട്ടു. അനുകൂലിച്ചു കഴിഞ്ഞാൽ അവരുടെ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെല്ലാം വോട്ടർ പട്ടികയ്ക്ക് പുറത്താകും. അപ്പോൾ പ്രതികൂലിച്ചാലും കുഴപ്പം, അനുകൂലിച്ചാലും കുഴപ്പം. ഇതാണ് മമതാ ബാനർജിയുടെ നിശബ്ദതയ്ക്ക് കാരണം. ബീഹാറിലല്ലോ ബംഗാളിലെ ഒരു എക്സ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അത് ഈ മഥുവ എന്ന സമുദായമാണ്. അവർ ജാതിയിൽ ശൂദ്രന്മാരാണ്. അവരും ബംഗ്ലാദേശിൽ നിന്ന് വന്നവരാണ്. 1971 ബംഗ്ലാദേശ് രൂപീകരണത്തോടെ നടന്ന ഭയാനകമായ യുദ്ധത്തിൽ കോടിക്കണക്കിന് അഭയാർത്ഥികൾ ബംഗ്ലാദേശിൽ നിന്ന് ഹിന്ദുക്കളായും മുസ്ലിങ്ങളായും ഭാരതത്തിൽ വന്നിരുന്നു. അന്ന് അവരുടെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധി 5 പൈസയുടെ സ്റ്റാമ്പ് ഇറക്കിയിരുന്നു. ആ സ്റ്റാമ്പ് സ്കൂളുകളിലെല്ലാം വിൽക്കാൻ വെച്ചു. ഞാനും വാങ്ങിയിരുന്നു. 5 പൈസയായിരുന്നു ഒരു സ്റ്റാമ്പിന് വില. അപ്പോൾ 5 പൈസ അഭയാർത്ഥികളുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ഒരു കുട്ടിയായ ഞാനും സംഭാവന ചെയ്തിട്ടുണ്ട്. അന്ന് അമ്മ എനിക്ക് 25 പൈസ തന്നു, 5 എണ്ണം വാങ്ങിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ സാമാന്യം തെറ്റില്ലാത്ത പെർഫോമൻസ് പള്ളിക്കൂടത്തിൽ അന്ന് ഞാൻ കാഴ്ചവെച്ചു. ഓരോരുത്തരൊക്കെ 1ഉം 2ഉം ഒക്കെ മേടിക്കുമ്പോൾ ഞാൻ 5 വാങ്ങി. 5 വാങ്ങിച്ച വേറെയും കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അന്ന് അതൊരു ആവേശമായിരുന്നു. ബംഗ്ലാദേശിൽ നിന്ന് നമ്മുടെ ആൾക്കാർ വന്നിരിക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ, അവർക്ക് താമസം വേണ്ടേ. അങ്ങനെ ഭാരതത്തിലെ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം ഈ 5 പൈസ സ്റ്റാമ്പ് വിറ്റഴിച്ചിരുന്നു. ആ സ്റ്റാമ്പ് വെറും സ്റ്റാമ്പായിരുന്നില്ല, ഒരു മൊട്ടുസൂചിയുടെ സൈഡിൽ ഈ സ്റ്റാമ്പ് പിടിപ്പിച്ചിട്ട് ഒരു കൊടി പോലെയാണ്. അത് ഷർട്ടിൽ കുത്താം ഈ മുട്ടുസൂചി ഉള്ളതുകൊണ്ട്. ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. ഇതൊക്കെ ചരിത്രം. അന്ന് അവിടുന്ന് ബംഗ്ലാദേശിൽ നിന്ന് ഓടി വന്നവരാണ് ഈ മഥുവ സമുദായക്കാർ. അവർ ബംഗ്ലാദേശിലെ ഫരീദ്പൂർ എന്ന സ്ഥലത്ത് അവരുടെ നേതാവ് ഹരിചന്ദ് ഠാക്കൂർ, അദ്ദേഹമാണ് ഈ മഥുവ സമുദായത്തിൻ്റെ ആചാര്യൻ എന്ന് അറിയപ്പെടുന്നത്. അവർ ബംഗ്ലാദേശിൽ വന്നു. ഇത്രയും കാലമായിട്ട് അവർക്ക് പൗരത്വം കൊടുത്തിട്ടില്ല. അവർ ഹിന്ദുക്കളാണ്, മതം മാറാൻ വിസമ്മതിച്ചവരാണ്,
ഹിന്ദു ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഒക്കെ പിന്തുടരുന്നവരാണ്, പക്കാ ഹിന്ദുക്കളാണ്. 2003 ബംഗാളിൽ ഒരു പൗരത്വം കൊടുക്കുന്ന നിയമം വന്നു. പക്ഷേ അന്ന് ഇവർക്ക് കൊടുത്തില്ല. ബംഗാളിൽ ജാതി രാഷ്ട്രീയം ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. അഥവാ രാഷ്ട്രീയത്തിൽ ജാതികൾക്ക് പ്രസക്തി ഉണ്ടായിരുന്നില്ല. ബംഗാളിൽ ജാതിയില്ലാഞ്ഞിട്ടല്ല, ബട്ട് ജാതി രാഷ്ട്രീയം ബംഗാളിൽ നിഷിദ്ധമായിരുന്നു. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും വിലക്കിയ ഒരേർപ്പാടായിരുന്നു ജാതി രാഷ്ട്രീയം. അത് ജാതി രാഷ്ട്രീയം ഒരു മോശപ്പെട്ട കാര്യമായതുകൊണ്ടല്ല. ജാതി രാഷ്ട്രീയം വന്നു കഴിഞ്ഞാൽ സമൂഹത്തിലെ പിന്നാക്ക വിഭാഗങ്ങൾക്ക്, ആദിവാസികൾക്ക്, ശൂദ്രന്മാർക്ക്, ഇവർക്കെല്ലാം പ്രാതിനിധ്യം കൊടുക്കേണ്ടി വരും. അങ്ങനെ പ്രാതിനിധ്യം കൊടുക്കാൻ ബംഗ്ലാദേശിലെ ഭദ്രലോക്, എലീറ്റ്, അവർ തയ്യാറായിരുന്നില്ല. ബംഗ്ലാദേശിലെ എലീറ്റ് ആൾക്കാരാണ് CPMനെ നയിച്ചുകൊണ്ടിരുന്നത്, ജ്യോതി ബാസു അടക്കം. കേരളത്തിലും ഇപ്പോൾ CPM എലീറ്റ് ക്ലാസിൻ്റെ കയ്യിലാണ്, അറിയാമല്ല, പണക്കാരുടെ കയ്യിലാണ് CPM. കേരളത്തിലെ ഏറ്റവും വലിയ പണക്കാരാരാണെന്ന് ചോദിച്ചാൽ അത് CPM ആണ്. ഞാനതിനൊരു മോശം അർത്ഥത്തിലല്ല പറയുന്നത്. പണക്കാരുടെ ഒരു പാർട്ടിയായിട്ട് CPM മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ തൊഴിലാളി ഐക്യം സിന്ദാബാദ് എന്നുള്ള മുദ്രാവാക്യം CPMൻ്റെ ഒരു ജാഥയിലും കേൾക്കാൻ കഴിയാത്തത്. വളരെ വല്ലപ്പോഴും എവിടെയെങ്കിലും വല്ല പുന്നപ്രവേലാർ സ്മൃതി ദിനത്തിലോ വല്ലതും തൊഴിലാളി ഐക്യം സിന്ദാബാദ് എന്ന് കേൾക്കാം. അല്ലാത്തടത്ത് തൊഴിലാളി ഐക്യം ഇല്ല. തൊഴിലാളി ഐക്യം സിന്ദാബാദ് എന്നുള്ള മുറവിളിയില്ല. കാരണം തൊഴിലാളികൾ ഇപ്പോൾ പാർട്ടിയിലില്ല. ഇപ്പോൾ ഉള്ളത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ, NGO, പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, അധ്യാപകർ, യൂണിവേഴ്സിറ്റി അധ്യാപകർ, പ്രൊഫസർമാർ, ഇവരൊക്കെ അടങ്ങുന്ന വലിയൊരു സംഘമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ബേസായിട്ടും അവരുടെ ക്യാമ്പയിൻ മാനേജേഴ്സായിട്ടും അവരുടെ തന്ത്രങ്ങൾ മെനയുന്നവരൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അതല്ലാതെ ചുമട്ടുതൊഴിലാളിയല്ല, കർഷക തൊഴിലാളിയല്ല, കല്ലുവെട്ട് തൊഴിലാളിയല്ല, കയർ തൊഴിലാളിയല്ല, ഒരു തൊഴിലാളിയുമല്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ എന്തെങ്കിലും തൊഴിലറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഇതുപോലെ മൂർച്ഛിച്ച ഒരവസ്ഥയായിരുന്നു 2009 ബംഗാളിലുണ്ടായത്. 2009 CPM അവരുടെ കൂട്ടാളികൾക്കൊപ്പം മുച്ചൂട് നശിഞ്ഞുപോയി. ഇപ്പോൾ വട്ടപൂജ്യത്തിൽ നിൽക്കുന്നു. കോൺഗ്രസും പൂജ്യത്തിൽ നിൽക്കുന്നു. BJP ഫൈറ്റ് ചെയ്ത് 62 സീറ്റിലൊക്കെ എത്തി. ഈ മധുവ സമുദായത്തിന് പൗരത്വം കൊടുക്കും എന്നൊരു വാഗ്ദാനം BJP കൊടുത്തിരുന്നു. അന്നാണ് BJPക്ക് ലോക്സഭയിൽ ബംഗാളിൽ നിന്ന് 42-ൽ 18 സീറ്റ് ജയിക്കാൻ സാധിച്ചത്. അത് ഈ മധുവ സമുദായത്തിൻ്റെ വോട്ടാണ് എന്ന് ഞാൻ കരുതുന്നു. മധുവ സമുദായം ഈ ബംഗാൾ സർക്കാരിൻ്റെ കണക്കനുസരിച്ച് 1.25 കോടിയാണ്. പക്ഷേ അവരവകാശപ്പെടുന്നത് ഞങ്ങൾ 5 കോടിയുണ്ടെന്നാണ്. 5 കോടി. ഒരുപക്ഷെ ആസാമിലും ഇവരുണ്ട് കേട്ടോ. അതുമൊക്കെ ചേർത്തിട്ടാണോ അവർ പറയുന്നതെന്ന് അറിയില്ല. ഏതായാലും സർക്കാർ കണക്കെടുത്താൽ തന്നെ 1.25 കോടി ജനസംഖ്യ, അതിൻ്റെ ഒരു 60% വോട്ടർമാരൊക്കെ വരികയാണെങ്കിൽ വലിയൊരു സംഖ്യയാണിത്. അതായത് ഏകദേശം 1 കോടിയോളം വരുന്ന വോട്ടർമാർ. ആ വോട്ടർമാരെ എങ്ങോട്ട് വോട്ട് ചെയ്യും? അവർക്ക് വോട്ടവകാശമുണ്ട്, പൗരത്വമാണ് ഇല്ലാത്തത്. ഈ പൗരത്വം CAA നിയമം വരുമ്പോൾ അവർക്ക് കൊടുക്കും എന്ന് BJP വാഗ്ദാനം ചെയ്തിരുന്നു. 2018-ൽ CAA നിയമം കൊണ്ടുവന്നില്ല. അതിൻ്റെ റൂൾസ് ഫോം ചെയ്തില്ല, താമസിച്ചു. നിയമം വന്നു, ബട്ട് റൂൾസ് ഫോം ചെയ്യാതെ താമസിച്ചു. ചുരുക്കി പറഞ്ഞ് ഇവർക്ക്, ഈ മധുവ സമുദായത്തിന് പൗരത്വം കിട്ടിയില്ല. അവരുടെ ശിക്ഷ BJPക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. BJPയുടെ സീറ്റ് 2 മറ്റോ കുറഞ്ഞു, 2-3 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ഈ ഡൈനമിക്സ് BJPക്ക് ഇപ്പോൾ ശരിക്ക് മനസ്സിലായി. അവരതനുസരിച്ച് തയ്യാറെടുത്തു. ഇപ്പോൾ അവർ വളരെ വേഗം ഇവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പൗരത്വം കൊടുക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. പൗരത്വം കൊടുക്കാനുള്ള കമ്മിറ്റിയിൽ
കൂടുതൽ പേർ സംസ്ഥാന സർക്കാരിൻ്റെ ആയിരുന്നു. ആ ഫോർമുല BJPയുടെ കേന്ദ്ര സർക്കാർ ആ ഫോർമുല മാറ്റിയിട്ട് കേന്ദ്രത്തിന് മേൽക്കൈ കിട്ടുന്ന രീതിയിൽ എല്ലാ കമ്മിറ്റികളും പുനഃസംഘടിപ്പിച്ചു. അപ്പോൾ കമ്മിറ്റിയിൽ ഒരാൾക്ക് പൗരത്വം കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ചോദ്യം വരുമ്പോൾ കേന്ദ്രത്തിൻ്റെ വാക്കിനാണ് കൂടുതൽ വില കിട്ടാൻ പോകുന്നത്. ആ പ്രക്രിയ ഇപ്പോൾ വളരെ വേഗം ബീഹാറിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമതൊരു കാര്യം BJP ചെയ്തത്, ബീഹാർ തിരഞ്ഞെടുപ്പിനൊപ്പമോ അതിനു മുമ്പ് തന്നെയോ ബംഗാളിൽ അവർ പ്രവർത്തനം തുടങ്ങിയിരുന്നു. BJP ഒരു കാര്യം മനസ്സിലാക്കി, ബംഗാളിലെ ക്യാമ്പയിൻ അവരെ ഏൽപ്പിച്ചിരുന്നത് ഹിന്ദി അറിയാവുന്നവരാണ്. ഹിന്ദി ഹാർട്ട്ലാൻഡിൽ നിന്ന്, ബീഹാറിൽ നിന്ന്, ഛത്തീസ്ഗഡിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയാണ് അത് ഏൽപ്പിച്ചിരുന്നത്. അത് ശരിയല്ല എന്ന് BJP തിരിച്ചറിഞ്ഞു. കാരണം നമ്മുടെ നാട്ടിലെ എല്ലാ സ്ഥലത്തും കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള പ്രതിഭാസമാണ് ദുർഗ. പക്ഷേ ബംഗാളിലെ ദുർഗ പൂജ ഒരു പ്രത്യേകതരം പൂജയാണ്. അതിന് വേറൊരു ഡയമെൻഷനാണ്. അത് മനസ്സിലാകണമെങ്കിൽ അവിടത്തുകാർക്കേ മനസ്സിലാവുള്ളൂ. ശബരിമല അയ്യപ്പനെ മനസ്സിലാക്കണമെങ്കിൽ ഒരു മലയാളിക്ക് സാധ്യമാകൂ. നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ ഒന്നും അയ്യപ്പൻ സ്വാമിയെ ശരണമയ്യപ്പ എന്നൊക്കെ വിളിക്കാം എന്നുള്ളതല്ലാതെ ആ വികാരം ഉൾക്കൊള്ളാൻ സാധ്യമല്ല. ഭാരതത്തിൻ്റെ വൈവിധ്യം ഹിന്ദു മതത്തിലൂടെ വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയൊക്കെയാണ്. പലവിധ ദൈവങ്ങൾ, ഒരേ ദൈവമാണ്, പക്ഷേ വേറൊരു സ്ഥലത്ത് വേറൊരു പേരിട്ട് വിളിക്കും. കാശി വിശ്വനാഥൻ തന്നെയാണ് ഒരുപക്ഷെ മറ്റ് പല സ്ഥലങ്ങളിൽ. ബട്ട് കാശി വിശ്വനാഥനാണ്. വടക്കുംനാഥനാണ്. വൈക്കത്തപ്പനാണ്. എല്ലാം ശിവനാണ് താൻ. ചില സ്ഥലത്ത് വിശ്വനാഥൻ എന്ന് വിളിക്കും, ചില സ്ഥലത്ത് സോമനാഥൻ എന്ന് വിളിക്കും. ഗുജറാത്തിൽ സോമനാഥ ക്ഷേത്രമാണ്, വാരാണസിയിൽ വിശ്വനാഥ ക്ഷേത്രമാണ്. അപ്പോൾ ഗുജറാത്തിലെ ഒരാൾക്ക് സോമനാഥം എന്ന് കേൾക്കുന്ന വികാരം പുറത്തുനിന്ന് വരുന്ന, മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. ഇതൊക്കെ വളരെ സട്ടിലായിട്ട് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് എന്ന് BJP തിരിച്ചറിഞ്ഞു. അങ്ങനെ അവരുടെ ക്യാമ്പയിനേഴ്സിനെ അവർ മാറ്റി. അത് അനൗൺസ് ചെയ്തിട്ടില്ല. അനൗൺസ് ചെയ്യുമ്പോൾ ഞാനും നിങ്ങളോട് പറയാം. ഏതായാലും അടുത്ത ഏപ്രിൽ മെയ് മാസത്തിലെങ്കിലും 2026 ഏപ്രിൽ മെയ് ഇവിടെ ബംഗാളിൽ തിരഞ്ഞെടുപ്പ് നടക്കണം. അതേ സമയത്ത് തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ ഉണ്ട് തിരഞ്ഞെടുപ്പ്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ബംഗാളിനെ പറ്റി ആയതുകൊണ്ട് ഞാൻ ബംഗാളിൻ്റെ കാര്യം പറയുന്നു എന്നേ ഉള്ളൂ. ബംഗാളിലെ CPMൻ്റെ തകർച്ച, കോൺഗ്രസിൻ്റെ തകർച്ച, ഇനിയൊരിക്കലും തിരിച്ചു വരാനാവാത്ത വിധം തകർന്നുപോയ 2 പാർട്ടികൾ അല്ലെങ്കിൽ മുന്നണികൾ, ബാക്കി അവശേഷിക്കുന്നത് TMCയും BJPയും മാത്രം. അങ്ങനെ മുഖാമുഖം നിൽക്കുന്ന 2 ശക്തികളുടെ സ്ഥലത്ത് മമതാ ബാനർജി എന്ത് ചെയ്യും? അവരുടെ അബറാസീവ് പൊളിറ്റിക്സ്, ഭീകരമായിട്ട് ദേഷ്യപ്പെടുക, അസാമാന്യമായിട്ട് റോഡിൽ വയലൻസ് നടത്തുക, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ അജിറ്റേഷൻ നടത്തുക. ആ ബലാത്സംഗ കേസ് വന്നപ്പോൾ എന്തോ അവരെ ആരോ ബലാത്സംഗം ചെയ്തു എന്നുള്ള മട്ടിൽ അപരാജിത ആക്ട് പാസ്സാക്കണമെന്ന് പറഞ്ഞിട്ട് അവർ തന്നെ സമരം നടത്തുക. ഇങ്ങനെയുള്ള അപഹാസ്യമായ കാര്യങ്ങളെല്ലാം മമതാ ബാനർജി ചെയ്തു വെച്ചിട്ടുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ പഴയ മമതാ ബാനർജി ഇന്നില്ല. ബംഗാളിലെ ഒരു ഏകാധിപതി മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഒട്ടും ചെയ്തില്ല സുകൃതം, ഒട്ടേറെ ചെയ്തു ദുഷ്കൃതം എന്ന് പറയുന്ന ഒരവസ്ഥയിൽ എത്തിപ്പെട്ട് നിൽക്കുകയാണ് മമതാ ബാനർജി. ഇത് തന്നെയാണ് അവസരം എന്ന് നരേന്ദ്രമോദി കണക്ക് കൂട്ടുന്നു. ഇപ്പോഴും മമതാ ബാനർജിക്ക് വേണമെങ്കിൽ NDAയിൽ ചേരാം. അതാണ് അതിൻ്റെ ബ്യൂട്ടി. കാരണം അവർ ഇന്ത്യ മുന്നണിയിൽ അലിഞ്ഞൊന്നും ചേർന്നിട്ടില്ല. അവർക്ക് സ്ഥായിയായ വിരോധം നരേന്ദ്രമോദിയോടോ BJPയോടോ ഇല്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വാജ്പേയിയുടെ കൂടെ അവർ ഭരിച്ചതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ പുറത്ത് കാണുന്ന മാതിരിയുള്ള വിരോധമൊന്നും മമതാ ബാനർജിക്ക് BJPയോടില്ല. ബട്ട് മമതാ ബാനർജിയും BJPയും ചേർന്ന് കഴിഞ്ഞാൽ
പിന്നെ ബംഗാളിൽ പ്രതിപക്ഷവുമില്ല. അപ്പോൾ അതുകൊണ്ട് ചേരാൻ മമതാ ബാനർജി തയ്യാറാണെങ്കിലും എടുക്കാൻ NDA തയ്യാറാവുകയില്ല. കാരണം NDAക്ക് ഇപ്പോൾ ബംഗാളിൽ അപ്പർ ഹാൻഡ് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് അവർ വിശ്വസിക്കുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ ഈ മത്വ സമുദായമായിരിക്കും. കാരണം മത്വ സമുദായം BJPയെ ശരിക്കും പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളെ അനുകൂലിച്ചാൽ ഞങ്ങളുടെ വോട്ട് കിട്ടും, ഞങ്ങളെ അനുകൂലിച്ചില്ലെങ്കിൽ ഞങ്ങൾ പോയി TMCക്ക് വോട്ട് ചെയ്യും കേട്ടോ എന്നുള്ള ക്ലിയർ മെസ്സേജ് ഹിന്ദുക്കൾ തന്നെ. ഒരുപക്ഷെ മറ്റ് സ്റ്റേറ്റിൽ ഇല്ലാത്തതുപോലെ ഹിന്ദുക്കൾ BJPയെ പാഠം പഠിപ്പിക്കുന്ന ഒരവസരം ഈ മത്വ സമുദായം കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്കതിനുള്ള ശക്തിയുണ്ട്. അവർ വിചാരിച്ചാൽ ഒരുപാട് സ്ഥലത്ത് സീറ്റുകളുടെ ഫലം മാറി മറിഞ്ഞു എന്ന് വരും. അതുകൊണ്ട് BJPക്ക് മത്വ സമുദായത്തെ ഉപേക്ഷിക്കാൻ സാധ്യമല്ല എന്ന് ഞാൻ കരുതുന്നു. ഏറ്റവും വേഗം CAA വെച്ചിട്ട് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് അത് വെച്ചിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് ആളുകൾക്ക് പൗരത്വം കൊടുത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുക, SIR നടപ്പിലാക്കുക, ഇതെല്ലാം BJPക്ക് ചെയ്യാൻ പറ്റും. SIR ഇപ്പം തന്നെ നടപ്പിലാക്കാനുള്ള ഷെഡ്യൂളുണ്ട്, അത് നടന്നോളും. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ നമ്മളുടെ വഖഫ് അമെൻമെൻറ്റ് ആക്ടിന് ശേഷം നടക്കുന്ന സീരിയസ് ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ നടന്നത്. അപ്പോൾ വഖഫ്, ഞാൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വഖഫ് അമെൻമെൻറ്റ് ആക്ട് എടുത്ത് തോട്ടിക്കളയും എന്ന് പ്രഖ്യാപിച്ച ആളാണ് തേജസ്വി യാദവ്. തോറ്റുപോയി, 25 സീറ്റിൽ ഒതുങ്ങിപ്പോയി. അപ്പോൾ വഖഫ് ചിലവാകുന്നൊരു നാണയമല്ല. മമതാ ബാനർജിയും വഖഫ് ആക്ടിൽ വലിയ ബഹളം വെച്ച ആളാണ്. ബട്ട് ഇത് ബീഹാറിൽ ചിലവായില്ല, പിന്നെ ഇപ്പോൾ ബംഗാളിൽ ചിലവാകുമോ എന്നൊരു ഭയം അവർക്കും വന്നിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടക്കുന്ന സീരിയസ് ആയൊരു തെരഞ്ഞെടുപ്പ് ബീഹാർ തെരഞ്ഞെടുപ്പായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രധാനമന്ത്രി എടുത്ത സ്റ്റെപ്പ് ശരിയാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിന് ശരിയാണ് എന്ന് ഓവർവെൽമിംഗ് ആയിട്ട് ജനങ്ങൾ മറുപടി കൊടുത്തു ബീഹാറിൽ. ഇതേ മറുപടി ആയിരിക്കില്ലേ ബംഗാളിലും? ഇതാണ് BJPയുടെ കണക്കുകൂട്ടൽ. അപ്പോൾ BJPയുടെ ഭാഗത്ത് അരിത്തമെറ്റിക് ഉണ്ട്, കണക്കുകൂട്ടലുണ്ട്, അവരുടെ ഭാഗത്ത് കെമിസ്ട്രിയുമുണ്ട്. ആ കെമിസ്ട്രി എവിടെയെങ്കിലും മോശപ്പെടുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതുടൻ തന്നെ പരിഹരിക്കാനുള്ള ആളുകളും അവർക്കുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ബീഹാർ തെരഞ്ഞെടുപ്പിൽ 102 വിമതന്മാരോ മറ്റോ ഉണ്ടായിരുന്നത്. 102 പേരെയും വിളിച്ചിട്ട് 2 ദിവസം പറ്റ്നയിൽ ക്യാമ്പ് ചെയ്ത് 102 പേരോടും വ്യക്തിപരമായിട്ട് സംസാരിച്ച് ഒതുക്കി വിമതശല്യം ഇല്ലാതെയാക്കിയത് അമിത്ഷായാണ്. ഈ ടെക്നിക്സ് എല്ലാം കയ്യിലുള്ള ഇത്രയധികം കഠിനാധ്വാനിയായ വേറൊരു മനുഷ്യനെ നിങ്ങൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാണാൻ സാധ്യമല്ല. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നേതൃത്വത്തിൽ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് BJP അഭിമുഖീകരിച്ചാൽ, ഞാൻ ഈ പറഞ്ഞ ഫാക്ടേഴ്സൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ BJP ബംഗാളിൽ അധികാരം പിടിക്കും. ബംഗാളിൽ അധികാരം പിടിച്ചു കഴിഞ്ഞാൽ കിഴക്കേ അറ്റത്തെ, മെയിൻലാൻഡിൻ്റെ കിഴക്കേ അറ്റത്തെ വലിയൊരു കോട്ട BJP പിടിച്ചു എന്നാകും. ഒറീസയിൽ അത് തുടങ്ങി, ഒറീസ കീഴടക്കി, കിഴക്ക് കീഴടക്കി വരുന്നു. ഇനിയിപ്പോൾ തെക്കോട്ട് വരേണ്ട താമസമേ ഉള്ളൂ. അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു.